നമസ്കാരം. ഈ നവംബർ മാസം മുതൽ ആധാരങ്ങളെല്ലാം തന്നെ ഡിജിറ്റൽ ആവുകയാണ്. പുതിയ മാറ്റങ്ങളാണ് ഇപ്പോൾ ആധാരവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ ഭൂ ഉടമകളും ഈ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് കാണുക. വാർത്ത നിങ്ങൾ എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. പ്രധാനമായിട്ട് നമുക്കറിയാം, വായ്പ എടുക്കുന്നവർക്കും അതോടൊപ്പം തന്നെ വസ്തു കൈമാറ്റം ചെയ്യുന്നവർക്കും ഒരു സ്ഥിരം തലവേദനയാകുന്ന കാര്യമാണ് മുന്നാധാരങ്ങൾ. ആ മുന്നാധാരങ്ങളൊക്കെ തന്നെ ഇനി ഡിജിറ്റൽ ആവുകയാണ്. ഇതിൻ്റെ നടപടികൾ ഒക്ടോബർ 31 പൂർത്തിയായിരുന്നു. ഇതോടെ ആദ്യം 1988 മുതലുള്ളതും തുടർന്ന് 1969 മുതലുള്ളവയും ഇപ്പോൾ രജിസ്ട്രേഷൻ വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. പത്തനംതിട്ട ജില്ലയിലാണ് പരീക്ഷണാർത്ഥം പദ്ധതി നടപ്പാക്കിയത്. എന്നാൽ പ്രളയം, അതുപോലെ തന്നെ കോവിഡ് തുടങ്ങി വിവിധ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇത് നീണ്ടുപോവുകയായിരുന്നു. വീണ്ടും കഴിഞ്ഞ വർഷം സമയബന്ധിതമായിട്ട് ആരംഭിച്ച പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. ഇതോടെ വസ്തു രജിസ്ട്രേഷൻ ഉൾപ്പെടെ മുന്നാധാരം തേടി ഇനി മുതൽ രജിസ്ട്രാർ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടതായിട്ടില്ല. സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ 1998 മുതൽ 2018 വരെയുള്ള കാലത്തെ ആധാരങ്ങൾ ഡിജിറ്റലാക്കി പ്രസിദ്ധീകരിക്കുന്ന പദ്ധതിയാണ് ഒക്ടോബർ 31 പൂർത്തിയായത്. 14 ജില്ലകളിലെയും 20 വർഷത്തെ ആധാരങ്ങളുടെ ഡിജിറ്റലൈസേഷൻ ഒക്ടോബർ 31 മുൻപ് പൂർത്തിയാക്കാനായിരുന്നു നടപടികൾ സ്വീകരിച്ചിരുന്നത്. 2020 പത്തനംതിട്ടയിൽ പൈലറ്റ് പ്രൊജക്ട് നടപ്പാക്കിയിരുന്നു. എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലുമുള്ള 100% ആധാരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാകുന്നതോടെ ഇത് സാധാരണക്കാർക്ക് കൂടുതൽ പ്രയോജനകരമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ 1968 മുതലുള്ള ആധാരം രജിസ്ട്രേഷൻ ഓഫീസുകളിലുണ്ട്. രണ്ടാം ഘട്ടമായിട്ട് ഇവ പൂർണ്ണമായിട്ടും ഡിജിറ്റലാക്കുന്നതായിരിക്കും. ഓൺലൈനിൽ ഫീസ് അടച്ച ശേഷമാണ് ആധാര പകർപ്പുകൾക്കുള്ള അപേക്ഷ നൽകേണ്ടത്. ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ഡിജിറ്റൽ ഒപ്പ് രേഖപ്പെടുത്തിയ ആധാരത്തിന്റെ പകർപ്പുകൾ തയ്യാറാക്കുന്നതായിരിക്കും. ഇത് അപേക്ഷകർക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള അവ്യക്തതകൾ നിലനിൽക്കുന്നതായിട്ട് ആധാരം എഴുത്തുകാർ തന്നെ പറയുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ആധാരങ്ങളുടെ കാലാവധി സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ പൊതുവെ ആധാരം അത് ഒരു ഇഷ്ടദാനമായിട്ട് എഴുതി വെക്കാറുണ്ട്. പ്രത്യേകിച്ചും മാതാപിതാക്കൾ മക്കൾക്ക് ഭൂമി ഇഷ്ടദാനം നൽകുന്നതിന് ഇനി മക്കളെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടി വേണമെന്ന ഒരു നിബന്ധന കൂടി ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുകയാണ്. മക്കൾ, പേരക്കുട്ടികൾ, അതുപോലെ തന്നെ സഹോദരങ്ങൾ എന്നിവർക്ക് ഇഷ്ടദാനം അല്ലെങ്കിൽ ധനനിശ്ചയം അത്തരത്തിലുള്ള ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് 5 ലക്ഷം രൂപ വരെ വിലയുള്ള വസ്തുവിന് 1000 രൂപയുടെ മുദ്രപത്രവും 5000 രൂപ രജിസ്ട്രേഷൻ ഫീസുമാണ് നിലവിൽ ഈടാക്കുന്നത്. ഇത്തരത്തിൽ ഭൂമി നൽകുമ്പോൾ ആധാരത്തിൽ മക്കളെന്നും പേരക്കുട്ടിയെന്നും അതോടൊപ്പം തന്നെ സഹോദരങ്ങളെന്നും സൂചിപ്പിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ പുതിയ പരിഷ്കാര പ്രകാരം ബന്ധുത്വം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും ഇനി മുതൽ വാങ്ങി നൽകേണ്ടതായിട്ടുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് നൽകിയില്ല എങ്കിൽ 5 ലക്ഷം രൂപ വിലയുള്ള ഭൂമിക്ക് 6000-ന് പകരം 50,000 രൂപയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകേണ്ടതായിട്ട് വരും. ഈ ഒരു പരിഷ്കാരം പുതുതായിട്ട് വന്നതുകൊണ്ട് തന്നെ ഇടപാടുകാർ തീർച്ചയായിട്ടും ബന്ധുത്വ സർട്ടിഫിക്കറ്റിനായിട്ട് ഇനി മുതൽ നെട്ടോട്ടം ഓടേണ്ടതായിട്ട് വരും. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണിത്. എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.